ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി ഒരു 10-10:30 ആയപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വിഷുക്കണി ഒരുക്കണ്ടേ, അപ്പം നമുക്ക് വിഷുക്കണി ഒരുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യണത്. അപ്പം അങ്ങനെ ആദ്യം ഒരു പായൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചെറിയൊരു സ്റ്റൂള് അതിൻ്റെ ബാക്കിൽ വെച്ചു, ഉരുളിയുടെ ബാക്കിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെള്ള പുതിയ തോർത്താണ്. ഞാൻ എല്ലാ വർഷം ഈ തോർത്ത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഞാൻ 3 കൊല്ലമായി ഇവിടെ പുതിയ വീട് പണിതിട്ട് താമസിക്കുന്നു. 3 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കണി വയ്ക്കാറ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഞാൻ എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ മഞ്ഞപ്പട്ടൊക്കെ വിരിച്ചിട്ട് ഉരുളിയിൽ വിരിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് അടിയിൽ ഞാൻ കുറച്ച് ഉണക്കലരി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു തണ്ണിമത്തനും വെച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വെക്കണമെന്ന് വെച്ചുള്ള ഫ്രൂട്ട്സുകളും എല്ലാം വെച്ച് കൊടുക്കാം. ഞാൻ പൈനാപ്പിളും മൂസമ്പി, ഓറഞ്ച്, മാതളം എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പേരയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഉരുളിയിൽ സ്ഥലമില്ലാത്ത കാരണം തൊട്ടപ്പുറത്താണ് ചക്ക വെച്ചത്. ചക്കയ്ക്ക് ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വെള്ളരിക്കും വെച്ച് കൊടുത്തു. വെള്ളരിക്കാണല്ലോ വിഷുവിൻ്റെ പ്രധാനം. പിന്നെ ചെറുപഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപഴം വെച്ചിട്ട് ലാസ്റ്റാണ് ഞാൻ കണ്ണന് വെച്ച് കൊടുക്കുന്നത്. കണ്ണന് വെച്ച് കൊടുത്തതിന് ശേഷം തിരുടാടയും വെച്ച് കൊടുക്കുന്നുണ്ട്. തിരുടാട കണ്ണൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വാൽക്കണ്ണാടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ചെറിയ മത്തങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള കൃഷ്ണനായിരുന്നു. അപ്പോൾ ഇത്തിരി ചെറിയ കൃഷ്ണനായിരുന്നു അത്. അപ്പോൾ ആ കൃഷ്ണനും തൊട്ടടുത്ത് വെച്ചു. പിന്നെ വിളക്കും വെച്ചു. പിന്നെ ഞാൻ ഒരു ക്യാരറ്റും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്ദനത്തിരി ഇന്ന് കത്തിക്കില്ല, പുലർച്ചയ്ക്ക് കണി കാണുന്ന നേരത്താണ് കത്തിക്കുള്ളൂ. പക്ഷെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലത്ത് എനിക്ക് വന്ന് കുളിയും കഴിഞ്ഞ് വന്ന വിളക്ക് വെക്കാമല്ലോ. അപ്പം അങ്ങനെ കോടിമുണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നോട്ട് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലറ പൈസയും വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. തിരിയും അടുത്ത് തന്നെ ഇരുത്ത് വെക്കുന്നുണ്ട്. അപ്പം എല്ലാം വെച്ച് കഴിഞ്ഞാൽ സൗകര്യമായിട്ട് നമുക്ക് കാലത്ത് എണീറ്റ വശം ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ കണിക്കൊന്നപ്പൂവും വെച്ച് കൊടുത്തു. അപ്പോൾ കണിക്കൊന്നപ്പൂവ് കിട്ടാനും ഇല്ല. പിന്നെ ഉണ്ടായിരുന്നതാണെങ്കിൽ വാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സാരമില്ല, കൊന്നപ്പൂവ് ആവണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ വെറ്റിലയും അടയ്ക്കൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ കണി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.